സീക്രട്ട് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിന് വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലോൺ ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പ്രോഗ്രാമാണ് സീക്രട്ട്. നമ്മുടെ ഈ പ്രോഗ്രാമിൽ നമുക്ക് ക്ലാസുകൾ നയിക്കുന്നതിനും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും ഭാരത ദൈവശാസ്ത്ര കമ്മീഷൻ അംഗവും സീറോ മലബാർ സഭയുടെ മാധ്യമ കമ്മീഷൻ ചെയർമാനുമായ അഭിവന്ദ്യമാർ ജോസഫ് പാംബ്ലാനി പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിനും തങ്ങളുടെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ ചെറുപുഴ ഫൊറോനയിലെ പുളിങ്ങോം സെൻറ് ജോസഫ് ഇടവകയിലെ മതാധ്യാപകരാണ്. അധ്യാപകരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നും നമ്മൾ ചർച്ച ചെയ്യുന്നത് മതബോധന ഗ്രന്ഥത്തിൻ്റെ 3-ാം ഭാഗത്തിലെ ദൈവിക രക്ഷ നിയമവും കൃപാവരവും എന്ന അധ്യായമാണ്. നമുക്ക് ക്ലാസ്സിലേക്കും ചർച്ചയിലേക്കും പ്രവേശിക്കാം. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ ചർച്ചാ ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ നിയമം, കൃപാവരം ഇവ തമ്മിലുള്ള പാരസ്പര്യത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ഒരു കാര്യം നിയമപരമായി ചെയ്യേണ്ടതുണ്ട്, അതേസമയം അത് കൃപയുടെ കണ്ണുകളിലൂടെ അതിനെ നോക്കുമ്പോൾ അതിന് വ്യത്യാസവും ഉണ്ടായെന്നിരിക്കാം. നിയമപരമായി ചിലപ്പോൾ ന്യായീകരിക്കാൻ പറ്റാത്തത് ദൈവകൃപയിൽ ന്യായീകരിക്കപ്പെടാം, അല്ലേ? ഉദാഹരണമായിട്ട് തെറ്റ് ചെയ്ത ഒരു വ്യക്തി ശിക്ഷിക്കപ്പെടണം, അതാണ് നിയമം. അങ്ങനെ ശിക്ഷിക്കപ്പെടുന്നതിന് പകരം ദൈവം എന്തു ചെയ്യുന്നു? ആ വ്യക്തിയോട് തൻ്റെ കൃപയാൽ ക്ഷമിച്ച് തെറ്റുകൾക്ക് ശിക്ഷ ഒഴിവാക്കി കൊടുക്കുന്നു. ഇത് നിയമപരമായി ശരിയല്ല, അല്ലേ? നമ്മൾക്കറിയാം, രാജ്യത്ത് കോടതികൾ കേസുകളെടുത്ത് വിചാരണകൾ ചെയ്ത് വിധി പറഞ്ഞു. വിധി പറഞ്ഞു കഴിയുമ്പോൾ വാദി പറയുകയെന്ന് വിചാരിച്ചു, ഞാൻ അയാളോട് ക്ഷമിച്ചു, പ്രശ്നം തോന്നും, അത് തീരുമോ? ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ആ വ്യക്തി കോടതി വിധിച്ച നിയമാനുസൃതമുള്ള ശിക്ഷ ഏറ്റുവാങ്ങിയേ പറ്റൂ. അതാണ് നിയമവും കൃപയും തമ്മിലുള്ള വ്യത്യാസം. ഈ നിയമത്തെയും കൃപാവരത്തെയും കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. നിയമം എന്ന് പറയുമ്പോൾ മാറ്റമില്ലാത്ത നിയമത്തിൻ്റെ ഒരു തലമുണ്ട്. ഉദാഹരണം, ഇന്ന കാര്യം നന്മയാണ്, ഇന്ന കാര്യം തിന്മയാണ് എന്ന് ദൈവം തീരുമാനിച്ച ചില മേഖലകളുണ്ട്. നിങ്ങൾക്കറിയാം, ആദിമാതാപിതാക്കളോട് ദൈവം ഏദൻ തോട്ടത്തിൽ പറഞ്ഞതാണ്, നിങ്ങൾ നന്മ തിന്മയുടെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കാൻ പാടില്ല. അതൊരു വലിയ കൽപ്പനയാണ്. നിങ്ങൾ നന്മ തിന്മയുടെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത്. നന്മയും തിന്മയും വേർതിരിച്ചറിയാൻ ദൈവം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ നിക്ഷേപിച്ചിട്ടുണ്ട്. ആ പരിശുദ്ധാത്മ സ്വരത്തിന് നമ്മൾ കാതോർക്കണം, എങ്കിലേ നന്മയും തിന്മയും തമ്മിൽ വേർതിരിക്കുക സാധ്യമായിട്ടുള്ളൂ എന്ന് തിരിച്ചറിയണം. ഇങ്ങനെ ദൈവം നമ്മിൽ നിക്ഷേപിച്ചതും പരിശുദ്ധാത്മ സാന്നിധ്യത്തിലൂടെ നമുക്ക് ബോധ്യമാവുകയും ചെയ്യുന്ന നന്മ, തിന്മ എന്നിവയെക്കുറിച്ചുള്ള തിരിച്ചറിവിനെയാണ് സ്വാഭാവിക നിയമം എന്ന് പറയുക. സ്വാഭാവികമായ നിയമം, ഇപ്പോൾ കൊലപാതകം ചെയ്യാൻ പാടില്ല, അത് ഒരു സ്വാഭാവിക നിയമം. ആ സ്വാഭാവിക നിയമത്തിന് ഒരു സാഹചര്യത്തിലും മാറ്റം വരാൻ പാടില്ല. എനിക്ക് ഒരാളെ കൊല്ലാനുള്ള അവകാശം ഇല്ല. അതേസമയം ഈ സ്വാഭാവിക നിയമത്തിന് കാലികമായ ചില ഭേദഗതികൾ നിയമദൃഷ്ടിയ കൊണ്ടുവരാറുണ്ട് എന്നുള്ളതും സത്യമാണ്. അത് നമുക്കറിയാം, രാജ്യം ചിലപ്പോൾ ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു, അതും കൊലപാതകമാണ്, അല്ലേ? നിയമപരമായൊരു കൊലപാതകമാണ് അത് എന്നുള്ളത് സത്യം. അപ്പോൾ സ്വാഭാവിക നിയമം, അതുപോലെ തന്നെ മറ്റു തരം നിയമങ്ങൾ, ഇവ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ സ്വാഭാവിക നിയമത്തിന്
മാറ്റം വരുത്താൻ മനുഷ്യന് അവകാശമില്ല. ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. അവരുടെ സ്നേഹത്തിൽ നിന്ന് വരും തലമുറ ജനിക്കണം. അതൊരു സ്വാഭാവിക നിയമമാണ് എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ അതിന് കുഴപ്പമില്ല, 2 പുരുഷന്മാർ തമ്മിൽ വിവാഹം കഴിക്കാം, 2 സ്ത്രീകൾ തമ്മിൽ വിവാഹം കഴിക്കാം എന്ന് നിയമം നിർമ്മിച്ചിട്ടുള്ള രാജ്യങ്ങളുണ്ട്, സംസ്ഥാനങ്ങളുണ്ട്, ലോകത്ത് പലയിടത്തുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്വാഭാവിക നിയമവും അല്ലാത്ത നിയമങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകും അല്ലേ? സ്വാഭാവിക നിയമങ്ങളെ അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ അതിൽ വിശ്വാസത്തിൻ്റെ തലങ്ങൾ, മനുഷ്യാവകാശത്തിൻ്റെ തലങ്ങൾ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഈ സ്വാഭാവിക നിയമങ്ങളിൽ ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ, ചില വ്യക്തമായ ലക്ഷ്യങ്ങൾ മനുഷ്യൻ ഉൾച്ചേർക്കുമ്പോൾ സ്വാഭാവിക നിയമങ്ങൾ ലംഘിക്കപ്പെടുകയും വ്യത്യസ്തമായ സമീപനങ്ങൾ നിയമമേഖലയിൽ സംഭവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ നിയമത്തെക്കുറിച്ചുള്ള വളരെ സങ്കീർണമായ വിഷയങ്ങളാണ് നമുക്കിന്ന് ഇവിടെ പഠിക്കാനുള്ളത്. ഇതേക്കുറിച്ച് നിങ്ങളെല്ലാവരും പഠിച്ചൊരുങ്ങി ഗൃഹപാഠം ചെയ്താണ് വന്നിരിക്കുന്നത് എന്നെനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങളിലൂടെ തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് പഠനവിധേയമാക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ വിചാരം. നിയമത്തെക്കുറിച്ചും കൃപാവരങ്ങളെക്കുറിച്ചും അഭിമന്യ പിതാവിൻ്റെ നല്ലൊരു ക്ലാസ് നമുക്ക് ലഭിച്ചു. നമുക്കിനി ചർച്ചകളിലേക്ക് പ്രവേശിക്കാം അല്ലേ? നല്ല ചർച്ചയായിരുന്നു അല്ലേ? ഓക്കെ, ചർച്ച നന്നായിട്ട് നടത്തി നിങ്ങൾ. ഓക്കെ, നിങ്ങൾ ചർച്ചയിലൂടെ നല്ല ചോദ്യങ്ങൾ രൂപപ്പെടുത്തി. നമ്മൾ ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. ആരാണ് ആദ്യം ചോദ്യം ചോദിക്കുന്നത്? സാറാണ്. ഓക്കെ, സാറിൻ്റെ പേരെന്താണ്? എൻ്റെ പേര് വിനോദ് അഗസ്റ്റിൻ. ഓക്കെ, സാറിൻ്റെ ചോദ്യം. പിതാവ്, എൻ്റെ ചോദ്യം ഇതാണ്. പഴയ നിയമം സ്നേഹം അനുശാസിക്കുന്നുവെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലേക്ക് വർഷിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവിനെ നൽകിയിരുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് പഴയ നിയമ പ്രവാചകരും ജനങ്ങളും ദൈവസ്നേഹത്തിൽ നിലനിന്നു, അതുപോലെ ദൈവിക സന്ദേശങ്ങൾ സ്വീകരിച്ചു? യെസ്, പഴയ നിയമത്തിൽ മനുഷ്യർക്ക് സ്നേഹമില്ലായിരുന്നു എന്നാണോ സാർ ഉദ്ദേശിക്കുന്നത്? സ്നേഹമില്ലായിരുന്നു എന്നുള്ളതല്ല, എങ്ങനെ അവർക്ക് ആ ദൈവസ്നേഹത്തിൽ നിലനിന്ന് പോകാൻ സാധിച്ചു? ഓക്കെ. അതായത് നമ്മൾ ഈശോയിലൂടെ കൈവന്ന വെളിപാടാണ് ഏറ്റവും പൂർണ്ണതയുള്ള വെളിപാട്. ക്രിസ്തു സംഭവത്തിലൂടെ ലഭിച്ച പരിശുദ്ധാത്മാവാണ് മനുഷ്യകുലത്തിനുള്ള ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. ഇതൊക്കെയും സത്യമാണ് എന്ന് പറയുമ്പോഴും പഴയ നിയമ ജനതയുമായിട്ട് ദൈവത്തിനൊരു ബന്ധവുമില്ലായിരുന്നു എന്നർത്ഥമില്ല. കാരണം എന്താണ്? സൃഷ്ടിയിലൂടെ എല്ലാ മനുഷ്യരുമായും ദൈവത്തിന് നേരിട്ട് ബന്ധമുണ്ട്. എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ ഛായയിൽ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് അല്ലേ? അത് ജാതി മത ഭേദമന്യേ എല്ലാ മനുഷ്യർക്കും ദൈവമക്കളുടെ ഛായയും സാദൃശ്യവും ദൈവം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കാർക്കും നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. അപ്പോൾ സൃഷ്ടാവുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന ഒരു നാഭീനാള ബന്ധം അഥവാ ഒരു പുക്കിൾ കൊടി ബന്ധം എല്ലാ മനുഷ്യനുമുണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം സൃഷ്ടിക്കപ്പെടുന്നതൊന്നും അവനിലൂടെ അല്ലാതെ സൃഷ്ടിക്കപ്പെടുന്നില്ല, അവൻ്റെ മനസ്സറിവോടെ അല്ലാതെ സംഭവിക്കുന്നുമില്ല. ഒരേ ഒരു ദൈവം മാത്രമേ ഈ പ്രപഞ്ചത്തിനുള്ളൂ എന്നുള്ളതിനാൽ ആ സത്യദൈവത്തിൽ നിന്ന് വന്നവരാണ് എല്ലാവരും അല്ലേ? അതുകൊണ്ട് ഈശോ മിശിഹായെ അറിയാത്തവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാത്തവരുമായവർക്ക് ദൈവസ്നേഹത്തിൽ വളരാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിന് തീർച്ചയായും സാധിക്കും എന്നാണ് പഴയ നിയമം തരുന്ന ഉത്തരം. കാരണം എന്താണ്? ഈ ഈശോയിലേക്ക് വളരാൻ ദൈവം ഒരു ജനതയെ ഒരുക്കുന്നതിൻ്റെ ചരിത്രമാണ് പഴയ നിയമം എന്ന് പറയുക. അപ്പോൾ സുവിശേഷത്തിലൂടെ ഈശോ വെളിപ്പെടുത്തിയ ദൈവസ്നേഹവും ഈശോ തന്ന
പരിശുദ്ധാത്മാവുമാണ് ഇതിൻ്റെ പൂർണ്ണത എന്നത് സത്യമാണ്. പക്ഷേ അതിലേക്ക് ദൈവം ഒരുക്കിക്കൊണ്ടുവന്നതാണ് ഈ പഴയ നിയമ ജനതയെ എന്ന് തിരിച്ചറിയണം. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം, സാറ് ചോദിച്ചതുപോലെ അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചിരുന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവിനെ ലഭിച്ചവരായിരുന്നു അതിലെ പ്രവാചകന്മാർ, അല്ലേ? കർത്താവിൻ്റെ ആത്മാവ് അവരുടെ മേൽ ആവസിച്ചു, അവർ പ്രവചിച്ചു എന്നാണ്. കർത്താവ് സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് അവരെ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ ഉണ്ടായിരുന്നു എന്നത് തന്നെ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പിതാവായ ദൈവത്തെ പോലെ, പുത്രനായ ദൈവത്തെ പോലെ നിത്യനായ ദൈവമാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി പ്രകടമാകുന്നത് സഭയുടെ യുഗത്തിലാണ് എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം അതിനു മുമ്പ് പരിശുദ്ധാരൂപി ഇല്ലായിരുന്നു എന്നല്ല. പരിശുദ്ധാരൂപി പഴയ നിയമ കാലഘട്ടത്തിലും പ്രവാചകന്മാരെയും നേതാക്കന്മാരെയും പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് എത്രയോ വട്ടം പഴയ നിയമം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തമായി വന്നു, കർത്താവിൻ്റെ ആത്മാവ് അവനെ വിട്ടുപോയി എന്നൊക്കെയുള്ള അനേകം പരാമർശങ്ങൾ ബൈബിളിൽ പല സുപ്രധാന വ്യക്തികളെയും കുറിച്ച് കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം പരിശുദ്ധാരൂപിയാണ് അവരെ ഈശോയിലേക്ക് ഒരുക്കിക്കൊണ്ടിരുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും. സാറിന് ഉത്തരം വ്യക്തമായല്ലോ അല്ലേ? വ്യക്തമായി. യെസ്. അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, ടീച്ചറാണ്. ടീച്ചറുടെ ചോദ്യം എന്താണ്? പിതാവേ, എൻ്റെ ചോദ്യം ഇതാണ്. സ്വാഭാവിക നിയമം ഓരോ മനുഷ്യൻ്റെയും ആത്മാവിൽ എഴുതപ്പെടുകയും കൊത്തിവെക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്വാഭാവിക നിയമം ഒരിക്കലും തിന്മയിലേക്ക് നയിക്കുന്നതുമല്ല. പിന്നെ എന്തുകൊണ്ടാണ് മനുഷ്യൻ പാപം ചെയ്ത് ദൈവസ്നേഹത്തിൽ നിന്ന് അകലുന്നത്? ടീച്ചറിൻ്റെ പേരെന്നാ? ബിൻസി അഗസ്റ്റിൻ. ബിൻസി അഗസ്റ്റിൻ അല്ലേ? ടീച്ചർ വളരെ ഗൗരവമുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത്. സ്വാഭാവിക നിയമം മനുഷ്യൻ്റെ മനസ്സിൽ കൊത്തിയൊക്കെ വെച്ചിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. പിന്നെ എന്തുകൊണ്ടാണ് മനുഷ്യൻ പാപം ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം അല്ലേ? അത് അവൻ മനുഷ്യനായതുകൊണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ ഉത്തരം. കാരണം എന്താണ്? മനുഷ്യൻ അവന് ലഭിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ സമ്പൂർണമായും അനുസരിച്ച് ജീവിക്കണമെങ്കിൽ അതിനുവേണ്ടി ശരിയായ പരിശ്രമം അവൻ്റെ ഭാഗത്ത് നിന്ന് ആവശ്യമുണ്ട്, അല്ലേ? നമുക്കും നന്മ അറിയാം, പക്ഷെ നന്മ പ്രവർത്തിച്ച് വരുമ്പോൾ അപകടത്തിൽ ചാടുന്നു. പൗലോസ്ലീഹ തന്നെ അത് വ്യക്തമായി പറയുന്നുണ്ട്. റോമാലേഖനം 7-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ, എൻ്റെ അന്തരാത്മാവിൽ ദൈവത്തിൻ്റെ നിയമമോർത്ത് ഞാൻ ആഹ്ലാദിക്കുന്നു, എന്നാൽ എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളിലാകട്ടെ ദൈവിക നിയമത്തോട് പോരാടുന്ന മറ്റൊരു നിയമം ഞാൻ കാണും, അല്ലേ? ആ നിയമങ്ങൾ തമ്മിലുള്ള അന്തസംഘർഷം മനുഷ്യൻ്റെ തനത് സ്വഭാവമാണ്. അതുകൊണ്ട് ദൈവം നമ്മുടെ ഉള്ളിൽ സ്വാഭാവിക നിയമം എഴുതുകയും ദൈവഹിതം വെളിപ്പെടുത്തുകയും ചെയ്തപ്പോൾ പിശാച് നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളിൽ മറ്റൊരു നിയമം എഴുതി വച്ചിട്ടുണ്ട്. ഏതാണ്? പാപത്തിൻ്റെ നിയമം. ഈ രണ്ട് നിയമങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിനിടയിൽ ദൈവനിയമം തന്നെ തിരഞ്ഞെടുക്കണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ബോധപൂർവം ഒരുങ്ങേണ്ടതുണ്ട്. തിന്മയുടെ നിയമങ്ങളോടും ആകർഷണങ്ങളോടും പോരാടേണ്ടതുണ്ട്. ദൈവിക നിയമം കൂടുതൽ ഉദാത്തമാകയാലും ഈ പൈശാചിക നിയമങ്ങൾ വളരെ എളുപ്പമാകയാലും ആകർഷണീയമാകയാലും മനുഷ്യന് പ്രവർത്തിക്കാൻ എളുപ്പം ഏത് നിയമങ്ങളാണ്? പൈശാചിക നിയമങ്ങൾ, അല്ലേ? ടീച്ചർക്ക് എന്നാ തോന്നുന്നു? പ്രവർത്തിക്കാൻ എളുപ്പം ഏത് നിയമങ്ങളാണ്? പൈശാചിക നിയമങ്ങളാണ്. പിശാച് പറയുന്നത് പ്രവർത്തിക്കാനാണ് എളുപ്പം, ദൈവം പറയുന്നത് പ്രവർത്തിക്കുക ശ്രമകരമാണ് എന്ന് തോന്നും. അതുകൊണ്ട് മനുഷ്യന് ഈ ഒരു നിയമം മാത്രമേ ഉള്ളൂ, സ്വാഭാവിക നിയമം മാത്രമേ ഉള്ളൂ നമ്മൾ വിചാരിക്കരുത്. എപ്പോഴും അവൻ്റെ മുമ്പിൽ തെരഞ്ഞെടുപ്പിൻ്റെ വഴികളുണ്ട്. മനുഷ്യൻ തിരഞ്ഞെടുക്കാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഏതാണ്? നന്മയും തിന്മയും. ഈ തിന്മ എന്ന് പറയുന്നത് സാത്താൻ നമ്മളിൽ വിതയ്ക്കുന്നതും നന്മ എന്ന് പറയുന്നത് എന്താണ്? ദൈവം എഴുതിയ സ്വാഭാവിക നിയമങ്ങളുമാണ്. ഈശോ തന്നെ പറഞ്ഞൊരു ഉപമയുണ്ട്, കളകളുടെ ഉപമ, അല്ലേ? ദൈവം വന്ന് നല്ല വിത്ത് വിതച്ചു, ദുഷ്ടൻ വന്നിട്ട് എന്ത് ചെയ്തു? കളകളും വിതച്ചു. കള വേഗം വളർന്നു, വിളയെ ഞെരുക്കിക്കളഞ്ഞു. വ്യക്തമാണ് ഈശോയുടെ സന്ദേശം. അതായത്
നമ്മിൽ നന്മയുടെ നിയമങ്ങൾ ദൈവം എഴുതുമ്പോൾ തിന്മയുടെ നിയമങ്ങൾ ആരെഴുതുന്നുണ്ട്? സാത്താൻ എഴുതുന്നു. അതാണ് നന്മ ആഗ്രഹിച്ചിട്ടും നന്മ ഗ്രഹിച്ചിട്ടും നമുക്ക് നന്മ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും തിന്മയുടെ വഴിയിലേക്ക് നാം ആകൃഷ്ടരാകുന്നു. ഒരു മദ്യപാനിക്കറിയാം മദ്യപിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് മാത്രമല്ല, ദോഷം മാത്രമേ ഉള്ളൂ, ഇല്ലേ? അതായത് അവൻ്റെ സൽപ്പേര് നഷ്ടപ്പെടുന്നു, അവൻ്റെ സമ്പത്ത് നശിക്കുന്നു, അവൻ്റെ ആരോഗ്യം നശിക്കുന്നു, അവൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി അപകടത്തിലാകുന്നു, അവൻ്റെ തലമുറ തന്നെ ഗതികേടിലാകുന്നു എന്ന് മദ്യപാനിക്ക് അറിയാം. പക്ഷേ സമയമാകുമ്പോൾ മദ്യപിച്ചില്ലെങ്കിൽ അവൻ ഇരിക്കപ്പുറതി ഇല്ലാത്ത അവസ്ഥയിൽ അവൻ എത്തുകയും ചെയ്യും, ഇല്ലേ? പ്രിയപ്പെട്ടവരെ, ഇതാണ് നന്മ ആഗ്രഹിക്കാൻ പറ്റുന്നുണ്ട്, പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ദൈവം എഴുതിയ സ്വാഭാവിക നിയമങ്ങളെ പാലിക്കണം എന്നുണ്ട് എങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ബോധപൂർവമായ പരിശ്രമം ആവശ്യമാണ്. അതിന് കൂദാശകളുടെ സ്വീകരണം സഹായിക്കും. അതിന് തിരുവചനത്തോട് പ്രതിബദ്ധത പുലർത്തിയുള്ള ജീവിതം നമുക്ക് ശക്തി തരും. നിരന്തരമായ പ്രാർത്ഥന, ഉപവാസം ഇവയൊക്കെയും നമുക്ക് ഈ ദൈവിക നിയമങ്ങളോട് സഹകരിച്ച് ജീവിക്കാനുള്ള കരുത്ത്, ശക്തി പ്രദാനം ചെയ്യും. ചെറു ഉത്തരം വ്യക്തമായല്ലോ അല്ലേ? അടുത്ത ചോദ്യം ആരാണ്? ടീച്ചറാണ്. ടീച്ചറുടെ പേരെന്താണ്? ജെസ്സി മാത്യു. ഓക്കെ, ടീച്ചറുടെ ചോദ്യം. പിതാവേ, കത്തോലിക്ക മതബോധന ഗ്രന്ഥം 1956 ഖണ്ഡികയിൽ ഇപ്രകാരം പറയപ്പെടുന്നു: സ്വാഭാവിക നിയമം ഭേദഗതി ചെയ്യുവാൻ അനുവദനീയമല്ല. അതിന് മാറ്റം വരുത്തുവാനോ അത് അസാധുവാക്കുവാനോ ആർക്ക് സാധ്യമല്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ദയാവധം, ഭ്രൂണഹത്യ തുടങ്ങിയ കാര്യങ്ങൾ നിയമം മൂലം അനുവദിക്കുന്നത് ശരിയാണോ? യെസ്, ടെസ്സി ടീച്ചർ അങ്ങനെയല്ലേ പറഞ്ഞേ? ടീച്ചറിൻ്റെ ചോദ്യം വളരെ ഗൗരവമുള്ളൊരു ചോദ്യമാണ്. ലോക മനസാക്ഷിയുടെ മുമ്പിൽ തന്നെ ഉയർത്തേണ്ട ഒരു ചോദ്യമാണത്. അതായത് ദൈവം വിധിച്ച, അല്ലെങ്കിൽ ദൈവം വളരെ വ്യക്തമായി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞ നിയമങ്ങൾ, അതാണ് സ്വാഭാവിക നിയമങ്ങൾ. മനുഷ്യജീവൻ ഏതവസ്ഥയിലും മഹത്വമുള്ളതാണ്, അതാണ് സ്വാഭാവിക നിയമം. ആ മഹത്വത്തിന് നിരക്കാത്തതൊന്നും ആ ജീവനോട് പ്രകടിപ്പിക്കാൻ പാടില്ല. ഈ ഒരു സ്വാഭാവിക നിയമത്തിനെതിരായിട്ടുള്ള കടന്നുകയറ്റമാണ് വാസ്തവത്തിൽ ദയാവധം. ഒരാൾ രോഗിയായി തീർന്നു, ആ രോഗിയായ മനുഷ്യൻ വേദനിക്കുന്നു, അല്ലെങ്കിൽ ആ രോഗിയെ ശുശ്രൂഷിച്ച ആളുകൾ മടുത്തു, അതല്ലെങ്കിൽ ആ രോഗി തന്നെ പറയുന്നു എന്നെക്കൊണ്ട് വയ്യ. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ആ രോഗിയെ എന്തെങ്കിലും രീതിയിൽ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കാൻ പരിശ്രമിക്കുക. അതാണ് ദയാവധം എന്ന് പറയുന്നത്. ദയാവധം എന്നാണ് പേരെങ്കിലും ഒരു ദയയില്ലാത്ത വധമാണ്, അല്ലേ? ആ വധം ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അത് സ്വാഭാവിക നിയമത്തിൻ്റെ ലംഘനമാണ്. അതുകൊണ്ടാണ് സഭ എപ്പോഴും പറയുന്നത് ദയാവധം തെറ്റാണ്. ദയാവധം ശരിയാണ് എന്ന് ഏതെല്ലാം രാജ്യങ്ങൾ നിയമം നിർമ്മിച്ചെങ്കിലും ശരി, അത് തെറ്റാകുന്നതിൻ്റെ കാരണം സർവ നന്മയുടെയും ഉറവിടമായ ജീവൻ്റെ അധിനാഥനായ ദൈവം പറഞ്ഞു അത് തെറ്റാണ്. അതുകൊണ്ട് ദയാവധം സ്വീകാര്യമല്ല. ഇതാണ് സഭയുടെ നിലപാട്. ഗർഭഛിദ്രത്തെ സംബന്ധിച്ചിടത്തോളം സഭയുടെ നിലപാട് ഇത് തന്നെയാണ്. മനുഷ്യജീവൻ ഏതവസ്ഥയിലും ബഹുമാന്യമാണ്, അതിന് ജീവിക്കാൻ അവകാശമുണ്ട്. ഒരമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിന് ആ കൊച്ചിനെ ആരും കണ്ടിട്ടില്ല, ആ കൊച്ചിൻ്റെ പേരാരും ഇട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് അതിന് ജീവിക്കാൻ അവകാശമില്ല എന്ന് വരരുത്. അത് ഭ്രൂണാവസ്ഥയുടെ ആദ്യ നിമിഷം മുതൽ അതൊരു മനുഷ്യ വ്യക്തിയാണ്. അത് ജോൺ പോൾ മാർപ്പാപ്പ പറയുന്നൊരു വാചകമുണ്ട്: ആ നിമിഷത്തിൽ അതൊരു മനുഷ്യ വ്യക്തിയല്ല എങ്കിൽ പിന്നെ ഒരു സമയത്തും അത് മനുഷ്യ വ്യക്തിയല്ല. കാരണം എന്താണ്? ആ സമയത്ത് അതെന്തായിരുന്നുവോ അത് വളർന്നു വരുന്നതാണ് അതിൻ്റെ പിന്നീടുള്ള അവസ്ഥ എന്ന് പറയും, അല്ലേ? വ്യക്തിത്വം എന്ന് പറയുന്ന 5-ാം വയസ്സിൽ അതിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നൊരു കാര്യമല്ല. മനുഷ്യ വ്യക്തിത്വം എന്ന് പറയുന്നത് അതിൻ്റെ രൂപീകരണ സമയത്ത് തന്നെ, ബീജസങ്കലന സമയത്ത് തന്നെ ഭ്രൂണാവസ്ഥയിൽ അതിനുള്ളതാണ്. അതുകൊണ്ട് ഭ്രൂണം അവസ്ഥ മുതൽ ഗർഭസ്ഥ ശിശു ആദരിക്കപ്പെടണം, ബഹുമാനിക്കപ്പെടണം. രാജ്യങ്ങൾ ചിലപ്പോൾ നിയമം ഉണ്ടാക്കിയെന്നിരിക്കാം, 5 ആഴ്ച 5 അല്ലെങ്കിൽ 5 മാസം വരെയും ഗർഭഛിദ്രം അനുവദിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ 20 ആഴ്ച ഗർഭഛിദ്രം അനുവദിക്കാം.
25 ആഴ്ച വരെ അനുവദിക്കുക. ഇങ്ങനെ ഓരോ രാജ്യങ്ങൾ നിയമം ഉണ്ടാക്കി വയ്ക്കും. അങ്ങനെ നിയമം ഉണ്ടാക്കാൻ അവർക്ക് അവകാശമില്ല എന്നും അത് സ്വാഭാവിക നിയമത്തിൻ്റെ ലംഘനമാണ് എന്നുമാണ് തിരുസഭയുടെ നിലപാട്. സ്വാഭാവിക നിയമങ്ങളിൽ മാറ്റം വരുത്താൻ രാഷ്ട്രങ്ങൾക്ക് അവകാശമില്ല, വ്യക്തികൾക്ക് അവകാശമില്ല, സമൂഹത്തിന് അവകാശമില്ല, സഭയ്ക്കും അവകാശമില്ല. അതാണ് ദൈവം എഴുതിയതിനെ മായ്ക്കാനും തിരുത്താനും നമുക്ക് അവകാശമില്ല. അതാണ് സ്വാഭാവിക നിയമത്തിൻ്റെ മഹത്വം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ വിവാഹം കഴിക്കേണ്ടത് സ്ത്രീയും പുരുഷനും തമ്മിൽ, അതൊരു സ്വാഭാവിക നിയമം. ആ സ്വാഭാവിക നിയമത്തെ മാറ്റി 2 പുരുഷന്മാർ തമ്മിൽ വിവാഹം കഴിക്കാം, 2 സ്ത്രീകൾ തമ്മിൽ വിവാഹം കഴിക്കാം എന്ന് വരുന്നത് അപകടകരമായ സ്ഥിതിവിശേഷമാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? 2 പുരുഷന്മാർ തമ്മിൽ വിവാഹം കഴിച്ചാൽ അവർക്ക് മക്കളുണ്ടാകും. 2 സ്ത്രീകൾ തമ്മിൽ വിവാഹിതരായാൽ മക്കളുണ്ടാകും? ഇല്ല. വിവാഹത്തിൻ്റെ പരമമായ ലക്ഷ്യങ്ങളിലൊന്നായ ജീവൻ പകരുക എന്നുള്ള ലക്ഷ്യം അവിടെ നഷ്ടമാകും. സ്വാഭാവിക നിയമങ്ങൾക്ക് വിരുദ്ധമായി മനുഷ്യൻ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ മനുഷ്യകുലത്തിൻ്റെ നിലനിൽപ്പ് അപകടത്തിലാകും. ഇതാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ടീച്ചർക്ക് ഉത്തരം വ്യക്തമായല്ലോ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, ടീച്ചറുടെ പേരെന്താണ്? മെൽബി ജോർജ്. ഓക്കെ, ചോദ്യം. പിതാവേ, എൻ്റെ ചോദ്യം ഇതാണ്. സ്വാഭാവിക നിയമത്തിൻ്റെ പ്രയോഗത്തിൽ സ്ഥലം, പ്രായം, സാഹചര്യം എന്നിവയനുസരിച്ച് വളരെയേറെ വൈവിധ്യങ്ങളുണ്ടെന്ന് 1957 ഖണ്ഡികയിൽ പറയുന്നുണ്ട്. എന്നാൽ 1958 ഖണ്ഡികയിൽ സ്വാഭാവിക നിയമം മാറ്റമില്ലാത്തതാണെന്നും ചരിത്രത്തിൻ്റെ മാറ്റങ്ങളിൽ സ്ഥിരതയുള്ളതായി നിലനിൽക്കുന്നതാണെന്നും പറയുന്നു. ഇതെങ്ങനെയാണെന്ന് വിശദീകരിക്കാമോ? യെസ്, ടീച്ചറിൻ്റെ ചോദ്യം. ടീച്ചറിൻ്റെ പേരെന്നായിരുന്നു? മെൽബി. മെൽബി ടീച്ചറിൻ്റെ ചോദ്യം സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൽ തന്നെ പെശകൊണ്ട് എന്ന ലക്ഷ്യമാണ് വ്യക്തമാക്കുന്നത്. പ്രത്യക്ഷത്തിൽ അത് വായിക്കുമ്പോൾ അങ്ങനെ ഒരു സംശയം തോന്നാവുന്ന രീതിയിലാണ് അതിൻ്റെ ഫോർമുലേഷൻ. അതുകൊണ്ട് ടീച്ചർ അത് നോട്ട് ചെയ്തത് വളരെ നല്ല കാര്യം. ഏതാണെങ്കിലും ഇവിടെ സ്വാഭാവിക നിയമം എന്ന് പറയുന്നത് മാറ്റമില്ലാത്തതാണ്, ദൈവത്താൽ വിരചിതമാണ്, പരിശുദ്ധാരൂപിയുടെ സാന്നിധ്യം തന്നെയാണത് എന്നൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ, എന്നാൽ ഈ സ്വാഭാവിക നിയമത്തിൽ നിന്ന് രൂപപ്പെടുത്തുന്ന പല നിയമങ്ങൾക്കും കാലം, പ്രായം, ദേശം ഇതനുസരിച്ച് മാറ്റങ്ങളുണ്ടാകാം അല്ലേ? സ്വാഭാവിക നിയമത്തിൻ്റെ അന്തസത്തയ്ക്ക് വിരുദ്ധമായത് ചെയ്യാൻ പാടില്ല. എന്നാൽ ചില കാര്യങ്ങൾ കാല നിയമ ഭേദഗതികൾക്ക് ബാധകമാകുന്നതാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എന്താണ് ഒരു ഉദാഹരണം പറയുക? വ്യഭിചാരം പാപമാണ്. ഇത് നമ്മൾ ഒരു സ്വാഭാവിക നിയമം തന്നെയാണ്. അതിന് നമ്മൾ ഇതേ പ്രവൃത്തി തന്നെയാണ് 18 വയസ്സിൽ താഴെയുള്ള പിള്ളേർ ചെയ്യുമ്പോൾ അതിൻ്റെ ഗൗരവം വ്യത്യസ്തമാണ് അല്ലേ? അതായത് സ്ത്രീ പുരുഷ ബന്ധമാണ്. അത് എല്ലാ രംഗത്തും അത് പാപമാണോ എന്ന് ചോദിച്ചാൽ പാപമാണോ? ഇപ്പം വിവാഹിതരായവർ, കുടുംബജീവിതം നയിക്കുന്നവർ സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതിനെ വിലയിരുത്തുന്നത് പോലെയാണോ വിവാഹിതരല്ലാത്ത 2 ചെറുപ്പക്കാർ ബന്ധത്തിലേർപ്പെടുന്നത്? അതിനെ വിലയിരുത്തുന്നത് പോലെയാണോ 2 മൈനറായ ആളുകൾ ബന്ധത്തിലേർപ്പെടുന്നത്? അതുപോലെയാണോ മൈനറായ ഒരാളെ മേജറായ ഒരാൾ, പ്രായപൂർത്തി ആയ ഒരാൾ ദുരുപയോഗം ചെയ്താൽ വ്യാഖ്യാനിക്കപ്പെടേണ്ടത് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരേ കാര്യം തന്നെ വ്യത്യസ്തമായ രീതിയിൽ അത് മനസ്സിലാക്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഉണ്ട്. അതിൻ്റെ അർത്ഥം ലൈംഗികത പരിപാവനമായ കർമ്മമാണ്. ഇതാണ് സ്വാഭാവിക നിയമം എന്ന് പറയും. ലൈംഗികത ദൈവത്തിൻ്റെ ദാനമാണ്. അത് ഉത്തരവാദിത്വത്തോടെ സ്വാഭാവികമായി മനുഷ്യൻ കൈകാര്യം ചെയ്യേണ്ടതാണ്. ഈ ഒരു സ്വാഭാവിക നിയമത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, വ്യാഖ്യാനിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് കാലത്തിനും നിയമത്തിനും പ്രായത്തിനും ഒക്കെ അധീനമായി അതിൻ്റെ പ്രായോഗിക തലങ്ങൾ മാറ്റപ്പെടുന്നു എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. ടീച്ചർക്ക് ഉത്തരം വ്യക്തമായല്ലോ അല്ലേ? പ്രേക്ഷകരായ നിങ്ങൾക്കും CCAT-ലേക്ക് സംശയങ്ങൾ എഴുതി അറിയിക്കാവുന്നതാണ്. അറിയിക്കേണ്ട വിലാസം: To the producer, CCAT, Shalom Television, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ്
673-528. ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.